എന്നെക്കാളും കുറേ എഴുതിയിരുന്ന ആൾ, പക്ഷേ മാർക്ക് എനിക്കാണ് കൂടുതൽ. ടീച്ചേഴ്സ് നമ്മുടെ പേപ്പർ മുഴുവനും വായിക്കൂല. 23.5 മാർക്ക് ഉണ്ടായ മാർക്ക് 2 മാർക്കായിട്ട് മാറും. ഇത് 10th സർട്ടിഫിക്കറ്റ് 80%. +2 ഓവറോൾ ഗ്രേഡൊന്നുമില്ല, ബട്ട് പാസ്. പിന്നെ കോളേജിൽ ഓവറോൾ B ഗ്രേഡ്. ഇതൊന്നും ഞാൻ രാവും പകലിരുന്ന് പഠിച്ചിട്ട് കിട്ടിയൊന്നല്ല. ജസ്റ്റ് തലേ ദിവസം രാത്രി ഇരുന്ന് മാത്രം പഠിച്ച്, അതും കമ്പൈൻ സ്റ്റഡി വിത്ത് ഫ്രണ്ട്സ്. അപ്പോൾ എത്രത്തോളം പഠിപ്പുണ്ടാവുമെന്ന് അറിയാലോ. ഇത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. എങ്ങനെയെന്നല്ലേ? വാ പറഞ്ഞുതരാം. അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ താല്പര്യമുള്ള ടോപ്പിക്കാണ്. ഏതാണ്? എങ്ങനെ എക്സാം ഈസി ആയിട്ട് പാസ്സാവാം, അല്ലെങ്കിൽ എങ്ങനെ അധികം പഠിക്കാതെ എങ്ങനെ പാസ്സാവാം. ഈ അധികം പഠിക്കാതെ ഉദ്ദേശിക്കുമ്പോൾ ഈ ടോപ്പറിനെ പോലെ രാവും പകലും ഈ മാസങ്ങളെടുത്തിട്ടുള്ള ഈ പ്രിപ്പറേഷൻ, അതൊക്കെ ഒഴിവാക്കിയിട്ട് എങ്ങനെ സിമ്പിളായിട്ട് പാസ്സാവാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്, അതിൻ്റെ റിസൾട്ട്സാണ് ഞാൻ കാണിച്ചു തന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. ഈ എക്സാമിന് പാസ്സാവുക എന്ന് പറയുന്നത് എത്രത്തോളം പഠിച്ച് എന്നതിനെ ബേസ് ചെയ്ത് മാത്രമല്ല, പഠിച്ച സാധനം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നതിലാണ് മെയിൻ സ്ട്രെങ്ത് ഇരിക്കുന്നത്. സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, എൻ്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ട് കണ്ടൻറ് വൈസ് നോക്കുമ്പോൾ എന്നെക്കാളും കുറേ എഴുതിയിരുന്ന ആൾ, പക്ഷേ മാർക്ക് എനിക്കാണ് കൂടുതൽ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സൈക്കോളജി മനസ്സിലാക്കി എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ വ്യത്യാസമാണത്. അതൊക്കെ ഞാൻ നിൽക്കുന്നത് പറഞ്ഞുതരാൻ പോണത്. സോ നിങ്ങൾക്ക് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോണത് 4 തരത്തിലാണ്: സൈക്കോളജി, ടിപ്സ്, ട്രിക്സ്, ഹൗ ടു. പിന്നെ ഇത് ഞാൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ്, പക്ഷെ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നതിന് മുമ്പ് ഇതെല്ലാം ഞാൻ മനസ്സിലാക്കിയതുപോലെ എല്ലാം സത്യമാണ് എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. സോ ഈ വീഡിയോക്ക് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ ഞാൻ എൻ്റെ ടീച്ചേഴ്സിനെ വിളിച്ചിട്ട് ഈ എല്ലാ കാര്യങ്ങളും ഞാൻ വിളിച്ച് കൺഫേം ചെയ്ത്, ഇതെല്ലാം ഞാൻ മനസ്സിലാക്കിയതെല്ലാം ശരിയാണോ എന്നുള്ളത്. അതെല്ലാം കൺഫേം ചെയ്തത് മാത്രമല്ല, അവരുടെ വക കുറച്ച് അഡീഷണൽ ടിപ്സും കൂടി തന്നിട്ടുണ്ട്. സോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ വരും വീട്ടിൽ പറയാൻ പോണെയാണ്. വലിച്ചു നീട്ടുള്ള കാര്യത്തിലേക്ക് കിടക്കാം. വാ. പിന്നെ ഒരു കാര്യം കൂടെ, ഇനി ഉള്ള വീഡിയോ നിങ്ങൾ ഇനി സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. കാരണം ഞാൻ ഇനി പറയാൻ പോകുന്നത് ചിലപ്പോൾ സൈക്കോളജീസ് ആയിരിക്കും, ടിപ്സും ട്രിക്സ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഈ ടിപ്സും ട്രിക്സൊക്കെ എല്ലാം ഹൗ ടു എന്നുള്ള രീതിയിൽ കണക്റ്റഡ് ആയിട്ട് വരും. സോ ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഇനിയുള്ള വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം പ്ലീസ്. ഓക്കെ, സൈക്കോളജീസ്. നമ്പർ 1, ടീച്ചേഴ്സ് നമ്മുടെ പേപ്പർ മുഴുവനും വായിക്കൂല. കമോൺ, ഒരു കോമൺ സെൻസ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഡെയിലി അവർക്ക് 30 പേപ്പർ, മാക്സിമം ഒരു ദിവസം അവർക്ക് 30 പേപ്പർ കിട്ടും കറക്റ്റ് ചെയ്യാൻ. ഈ ഒരു ആൻസർ ഷീറ്റ് എന്ന് പറയുമ്പോൾ മേ ബി ഇപ്പോൾ 4, 5, 6, 7 മേ ബി മോർ പേജസ് ഉണ്ടാവാം. അത് എഴുതുന്ന ആളനുസരിച്ചിരിക്കും. ഈ സെയിം സാധനം തന്നെ പിന്നെയും വായിക്കാന്ന് പറഞ്ഞ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. അവരും മനുഷ്യരാണ്, മടുക്കും. ഐ മീൻ ഒരു ലിമിറ്റ് ഉണ്ട്. സോ മൊത്തം വായിക്കുന്നത് പ്രാക്ടിക്കലല്ല, അവർ വായിക്കാറില്ല. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? എങ്ങനെയാണ് ഒരു ആൻസർ ശരിയാണോ തെറ്റാണോ എന്നവർ മനസ്സിലാക്കുന്നത്. നമ്പർ 2, ആൻസർ കീ. എന്താണ് ആൻസർ കീ? ആ വാക്ക് തന്നെയാണ്. അതായത് ഒരു പേപ്പർ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അടിസ്ഥാനത്തിലുള്ള എല്ലാ ആൻസേഴ്സും എഴുതിയൊരു പേപ്പറിൻ്റെയാണ് ഈ ആൻസർ കീ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന തരത്തിലല്ല. ഒരു 15 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യന് 3, 4 പേജ് എഴുതിയ ഒരു ആൻസറിനല്ല ആൻസർ കീ എന്ന് പറയണം. മേ ബി ഒരു 5, 6, 7 വാക്കുകൾ മാത്രം, കീ വേർഡ്സ് മാത്രമേ അതിലുണ്ടാവുള്ളൂ. ആ വാക്കുകളെല്ലാം നമ്മൾ എഴുതിയ ആൻസറിൽ പ്രസൻ്റ് ആണോ അല്ലയോ എന്ന് മാത്രം നോക്കേണ്ട ആവശ്യമേ അവർക്കുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ആ മാർക്ക് കിട്ടുന്നത്. ഇതെല്ലാം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് ഞാൻ ട്രിക്സിലൊക്കെ പറഞ്ഞുതരാൻ പോകുന്നത്. നമ്പർ 3, അവരും മനുഷ്യരാണ്. വേറൊന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓൾമോസ്റ്റ് 30 പേപ്പറോളം അവർക്ക് ഒരു ദിവസം കറക്റ്റ് ചെയ്യാൻ വേണ്ടി കിട്ടും. സോ ഈ 30 പേപ്പറൊക്കെ നമ്മളൊരു ആൻസർ എഴുതുമ്പോൾ നമ്മൾ ചറുകുറുമായിട്ട് എന്തെങ്കിലുമൊക്കെ പേരിന് വേണ്ടി അങ്ങനെ എഴുതി വെച്ചിട്ട് അവർ ഈ പേപ്പർ കാണുമ്പോൾ അതൊക്കെ മനസ്സിലാക്കാനൊക്കെ അവർ കുറേ കഷ്ടപ്പെടേണ്ട അവസ്ഥയൊക്കെ തന്നെയാണെങ്കിൽ ഭ്രാന്ത് പിടിച്ചിട്ട് ഒരു അറ്റ വെട്ടുവിട്ടാണ് പോകും. കാരണം അവർക്ക് ഈ പണിയായിട്ട് വീട്ടിൽ പോകണം. സോ പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഒരു ആൻസർ ഷീറ്റ് റെഡിയാക്കുമ്പോൾ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവണം, ഒരു കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടാവണം, ഒരു നല്ല ഹാൻഡ് റൈറ്റിങ്ങിലൊക്കെ എഴുതാനൊക്കെ നോക്കണം. കാരണം അങ്ങനത്തെ ഒരു കാണുമ്പോൾ ഉള്ളൊരു ഇതില്ലേ, അത് നമുക്ക് എപ്പോഴും ഗുണം ചെയ്യുള്ളൂ. അത് നല്ലതാ. ആൻഡ് നമ്പർ 4, ദ ലാസ്റ്റ് വൺ. ഈ ടിപ്പ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ടീച്ചേഴ്സിനെ വിളിച്ച് കൺഫർമേഷൻ ചോദിച്ചപ്പോൾ അവർ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു.
അതിലൊരെണ്ണമാണ് ഇത്. അവരെപ്പോഴും നമ്മളെ പാസ്സാക്കാനേ ശ്രമിക്കുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആൻസർ ഷീറ്റ് കറക്റ്റ് ചെയ്തപ്പോൾ 22 മാർക്ക് കിട്ടി. 24 മാർക്കാന്ന് തോന്നുന്നു പാസ് മാർക്ക്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ബട്ട് 24 മാർക്കാന്ന് വിചാരിക്കും. സോ ഒരു സ്റ്റുഡൻറ്റിന് 22 മാർക്ക് കിട്ടി. സോ ആ സ്റ്റുഡൻറ്റിനെ എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സാക്കാൻ എവിടെന്നെങ്കിലും പിന്നെയും മറിച്ച് നോക്കിയിട്ട് അര മാർക്ക് വെച്ച് എവിടെന്നെങ്കിലൊക്കെ എടുത്ത് തരാൻ അവർ ശ്രമിക്കും. 23.5 ആക്കാൻ നോക്കും. സോ റൗണ്ടാക്കി 24 ആക്കാൻ അവർക്ക് പറ്റും. പക്ഷേ അതിനുള്ള നമ്മൾ ഇട്ട് കൊടുക്കണം. അവർക്ക് അങ്ങനെ എവിടെന്നെങ്കിലൊക്കെ എടുക്കാനുള്ളൊരു സാധനം നമ്മൾ ഇട്ട് കൊടുക്കണം. നമ്മിപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 18 നമുക്ക് അറിഞ്ഞൂടാ, ഒട്ടും അറിഞ്ഞൂടാ. അങ്ങനെ തന്നെ അവിടെ വിട്ട് കളയരുത്. എന്തെങ്കിലും ഒരു പേരിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതണം. ജസ്റ്റ് അവർക്ക് മേ ബി അതിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മൾ പാസ്സാവാൻ പോകുന്നത്. സോ അങ്ങനെയൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് കൂടെ കുറച്ച് എഫേർട്ട് വേണം. അതാണ്. ഇനി നമ്മൾ ടിപ്സിൻ്റെ സെക്ഷനിലേക്കാണ് പോകണം. സോ ടിപ്പ് നമ്പർ 1, നെവർ സ്കിപ്പ് മോഡ്യൂൾ 1. മോഡ്യൂൾ 1 എന്ന് പറഞ്ഞത് ഏതൊരു ചാപ്റ്റേഴ്സിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു ബുക്കിൻ്റെയും മദറാണ്, അങ്ങനെ പറയാം. കാരണം ബാക്കിയുള്ള മോഡ്യൂൾ 2, 3, 4, 5 ഈ ബാക്കിയുള്ള എല്ലാ മോഡ്യൂൾസിൻ്റെയും ഒരു മെയിൻ ഹെഡ് മോഡ്യൂൾ 1 ആണ്. ആ മോഡ്യൂൾ 1ൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും വന്നിരിക്കുന്നത്. സോ മോഡ്യൂൾ 1 ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. വേറെ ഏതൊക്കെ ചാപ്റ്റർ സ്കിപ്പ് ചെയ്താലും മോഡ്യൂൾ 1 സ്കിപ്പ് ചെയ്യരുത്. ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാതിരുന്നാൽ അത്രയും നല്ലത്. ബട്ട് സ്കിപ്പ് ചെയ്യാനാണെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നെവർ സ്കിപ്പ് മോഡ്യൂൾ 1. നിങ്ങൾക്ക് ഏതൊരു ആൻസറും തിരിച്ചും മറിച്ചും എഴുതാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്നത് മോഡ്യൂൾ 1 ആണ്. ടിപ്പ് നമ്പർ 2, അണ്ടർസ്റ്റാൻഡ് ദ ഗ്രാഫ് ആൻഡ് ഡയഗ്രാം. ഗ്രാഫും ഡയഗ്രാമിനെക്കാട്ടും നല്ല ടൂള് വേറെ ഇല്ല. ടൂൾ ആസ് ഇൻ ഒരു ആൻസർ നമുക്ക് ഇങ്ങനെ വലിച്ച് നീട്ടേണ്ട ഒരു അവസ്ഥ വന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡെഡ് എൻഡിൽ നമ്മൾ നിൽക്കണേന്, നമുക്ക് ഇനി കൂടുതൽ ആൻസർ എഴുതാനൊന്നും അറിഞ്ഞൂടാ. ആ ഒരു ഘട്ടത്തിലൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഗ്രാഫ്. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യണം ഞാൻ ട്രിക്സിൽ പറഞ്ഞുതരാം. ടിപ്പ് നമ്പർ 3, ഡോണ്ട് ബി എ ബെഗർ. അതായത് വേറൊന്നുമല്ല, എക്സാം ഹോളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ 2 പേന, ഒരു പെൻസിൽ, ഒരു സ്കെയിൽ, ഒരു ഇറേസർ, ബെയർ മിനിമം ഇത്രയെങ്കിലും ഒന്ന് വേണം. അല്ലാണ്ട് ചില മൊണ്ണാളുണ്ട്, ഈ ഒരു ടോപ്പില്ലാത്തൊരു പേന മാത്രമായിട്ട് പോണത് ഒരു തരം സിഗ്മ എന്നുള്ളൊരു വിചാരമുണ്ട്. എന്നുവെച്ചാൽ ഒന്നുമില്ല, വെറും തെറ്റിദ്ധാരണ മാത്രം, വെറും മണ്ണത്തരം. എന്നുവെച്ചാൽ നഷ്ടപ്പെടാൻ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ചില സാഹചര്യങ്ങളിൽ ഈ സാധനം കിട്ടിയെന്ന് വരില്ല. എല്ലായ്പ്പോഴും കിട്ടുമായിരിക്കും, ബട്ട് മേ ബി ചില സാഹചര്യങ്ങളിൽ ഈ സാധനം നമുക്ക് കടം ചോദിച്ചാൽ കിട്ടിയെന്നിരിക്കൂല. സോ ഇനിയാണ് ട്രിക്സ്. ട്രിക്സിനെ എനിക്ക് നിങ്ങൾക്ക് കുറച്ച് കാലം കാണിച്ചു തരാനുണ്ട്. സോ ഫ്രെയിം ഒന്ന് ചെറുതായിട്ട് നമുക്ക് മാറ്റണം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ഞാൻ എല്ലാ ട്രിക്സും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഇസ്, define functions of management, explain the detailed concept of importance of delegation of authority as a part of organizing functions of management. So trick number 1, നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ചെറുതാണെങ്കിൽ അത് വലുതാക്കണം. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസറാണിത്. ഈ ആൻസർ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു മുക്കാലിൽ ഇത്തിരി കുറവുണ്ട്. പക്ഷേ ഈ സെയിം എക്സാക്ട് ആൻസറാണ് ഇത് ഒരു സെയിം ആൻസറാണ്. ഒരു അക്ഷരം പോലും എക്സ്ട്രാ ഇല്ല, ഒരു വാക്ക് പോലും എക്സ്ട്രാ ഇല്ല. 1, 2, 2.5 ഇതിപ്പോൾ കൺസിഡർ ചെയ്യേണ്ട. ഈ 2.5 പേജാണ് ഈ സെയിം ആൻസർ തന്നെ എഴുതി വെച്ചേക്കുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ എന്തായാലും ഒരു ഫുള്ള് വായിച്ച് നോക്കാൻ പോണില്ല. സോ അവർക്ക് ആവശ്യമുള്ളത് ആദ്യം എത്ര ലെങ്ത് ഉണ്ടെന്ന് നോക്കും. നേരത്തെ പറഞ്ഞ പോലെ 15 മാർക്കിന് 4 സൈഡ്, ഇത് ഫുള്ളും വേണം, 4 സൈഡ്, പിന്നെ കീവേഡ്സ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത്. സോ ഹാൻഡ് റൈറ്റിംഗ് എപ്പോഴും വലുതാക്കി എഴുതുക. ട്രിക്ക് നമ്പർ 2, ഹൈലൈറ്റ് ദ വേർഡ്സ്. അതായത് ഈ പേപ്പറിനെ വെച്ചപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിച്ച വാക്ക് ഏതാണ്? ഒബ്വിയസ്ലി 633. അത് എന്തുകൊണ്ടാണ് അതിലേക്ക് ആദ്യം കണ്ടുപോയത്? ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ്. സോ ഒരു ആൻസർ നമ്മൾ എഴുതുമ്പോൾ ആ ടീച്ചർ എവിടെ നോക്കണമെന്ന് നമ്മൾ കൺട്രോൾ ചെയ്യണം. ആ ടീച്ചറുടെ കണ്ണ് എന്തിലേക്ക് ആദ്യം പോകണമെന്ന് നമ്മൾ തീരുമാനിക്കണം. ഇത് വെക്കുമ്പോൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, ഗിവിംഗ് സമൺ ഓഫ് ദ വർക്ക് ആൻഡ് പവർ ടു അതേഴ്സ്. പിന്നെ ഇമ്പോർട്ടൻസ് ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻസ്, റെഡ്യൂസ് വർക്ക് ലോഡ്, ഇംപ്രൂവ് എഫിഷ്യൻസി, ഡെവലപ്സ് എംപ്ലോയീസ്, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്, ബെറ്റർ കോർഡിനേഷൻ. ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അവർ ആദ്യം കാണും. സോ അവർക്ക് കിട്ടേണ്ട സാധനം പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കാര്യം എളുപ്പമായി, നമ്മുടെ കാര്യം എളുപ്പമായി, അവർക്ക് മാർക്ക് തരാനും തോന്നും. സോ കണ്ണ് എവിടെ പോകണമെന്ന് നമ്മൾ കൺട്രോൾ ചെയ്യണം. ട്രിക്ക് നമ്പർ 3, ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ഒരു ആൻസർ നമുക്ക് വലിച്ചു നീട്ടാൻ ഗ്രാഫും ഡയഗ്രാമിനെക്കാട്ടും നല്ല ടൂൾ വേറെ ഇല്ല. കാരണം ഇപ്പോൾ അതെ സപ്പോസ് ഞാനിവിടെ ഡെഡ് എൻഡിലെത്തി, ഇവിടെ നിന്ന് എനിക്ക് ആൻസർ ഒന്നും എഴുതാൻ കിട്ടില്ല. സോ ഞാൻ തന്നെ ഒരു ഡയഗ്രാം ഉണ്ടാക്കി. അങ്ങനത്തെ ഡയഗ്രാം ഒന്നും ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല. ഇത് ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ടായിരിക്കും അവിടെ എഴുതിക്കണം. ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ്, സ്റ്റാഫിംഗ്. ഇത് വെച്ച് ഞാൻ തന്നെ ഒരു ഗ്രാഫ് ഉണ്ടാക്കി. കാരണം അത് ആൻസറിൻ്റെ ഒരു ഭാഗമാണ്, തെറ്റല്ല. അപ്പോൾ അതിനാരും ഒന്നും കുറ്റം പറയൂല. വരച്ചിടാങ്ങട് ആൻസർ ഒന്നും കിട്ടിയില്ലെങ്കിൽ സ്പേസ് ഫില്ല് ചെയ്യുക, ഗ്രാഫും ഡയഗ്രാമും അങ്ങനെ പഠിച്ചു വെക്കാം, ടെക്സ്റ്റിലുള്ള വെക്കാം. ട്രിക്ക് നമ്പർ 4, ഓരോ സെൻറ്റിമീറ്ററും വിലപ്പെട്ടത്. അതായത് വേറൊന്നുമല്ല, നമ്മൾ ഓരോ ചെറിയ ചെറിയ സ്പേസ് കളയുമ്പോൾ അത് അത്രത്തോളം ലെങ്ത്ത് കൂടിക്കൊണ്ടിരിക്കണേ. ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത് ഇവിടെ ഉണ്ട് ആൻസർ. ഇവിടെ ഞാൻ എന്താണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ എഴുതിപ്പോയി. എന്ത്? പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, കൺട്രോളിങ്, സ്റ്റാഫിങ്. ഇവിടെ ഞാൻ സ്പേസ് ഒന്നും വേസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ വേറെ ഇവിടെ എന്താണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്ലാനിങ് ഒരു ലൈനിൽ, ഓർഗനൈസിങ് ഒരു ലൈനിൽ, ഡയറക്ടിങ് ഒരു ലൈനിൽ, കൺട്രോളിങ്, സ്റ്റാഫിങ്, അങ്ങനെ ഓരോരോ ലൈനായപ്പോൾ ഇത്രയും സ്പേസ് നമുക്ക് പോയി കിട്ടി. ഇത് നമ്മൾ വെറുതെ കളയാനല്ല, നമുക്ക് സ്പേസിന് ആവശ്യത്തിന് കളയണമെന്നുള്ള രീതിയിലേ വരുള്ളൂ. ലെങ്ത്തും കൂടും, ആൻസറും ഉണ്ടാവും. അപ്പോൾ പോരാത്തതിന് നമ്മൾ എന്താണ് ഇത് ഇവിടെ നിങ്ങൾ ഓരോയാണ് 3 പാരഗ്രാഫ് ആക്കിയിട്ടാണ് ഞാൻ എഴുതിയത്. ഒരു ചെറിയ സ്പേസ് പോലും ഞാൻ വേസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാലൊക്കെ കാണാം, എല്ലാ പാരഗ്രാഫും തുടങ്ങുന്നതും മിഡിലിൽ നിന്നായിരിക്കുള്ളൂ. ഏതൊരു പാരഗ്രാഫ് നമ്മളും അതേപോലെ തന്നെ നടുക്കുന്ന് തുടങ്ങും. അപ്പോൾ അത്രയും സ്പേസ് പോയി കിട്ടി. അത് മൾട്ടിപ്പിളായിട്ട് അത്രയും സ്പേസ് വെച്ച് ഇങ്ങനെ പോകുമ്പോൾ ഓൾമോസ്റ്റ് അത്യാവശ്യം സ്പേസ് നമുക്ക് അതിൽ നിന്ന് ഫില്ലായി കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഹെഡിങ് എഴുതാനുള്ള അവസരം ഉണ്ടെങ്കിൽ എഴുതണം. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, അത് എക്സ്പ്ലനേഷൻ ചെയ്യുന്നതിന് മുമ്പ് അതെന്താണെന്ന് ഞാൻ അവിടെ എഴുതി വെച്ച്. പിന്നെ ഇമ്പോർട്ടൻസ് വന്നപ്പോൾ എന്താണ് ഇമ്പോർട്ടൻസ് വലിയൊരു ഇതിൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻസ് ആർ സ്റ്റേറ്റഡ് ബിലോ എന്ന് പറഞ്ഞിട്ട് അതൊരു ലൈനായിട്ട് എഴുതി. ഇതെല്ലാം ഓരോ സെൻറ്റിമീറ്ററും വിലപ്പെട്ടതാണ്. അത് നോക്കി പ്ലാൻ ചെയ്ത് നോക്കി കളയാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ 1, 2, 3 അല്ലെങ്കിൽ ഇങ്ങനെ റോമൻ ലെറ്റേഴ്സ് ഇട്ട് ഇങ്ങനെ പോയിന്റ്സ് ആയിട്ടൊക്കെ എഴുതണം എന്നുണ്ടെങ്കിൽ മാർജിൻ്റെ പുറത്തേക്ക് ഇടരുത്, മാർജിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇടാം. അത്രയും സ്പേസ് നിങ്ങൾക്ക് അവിടെ പോയി കിട്ടും. ഓരോ സെൻറ്റിമീറ്ററും പിന്നെ ഞാൻ പറയുന്നത് വിലപ്പെട്ടതാണ്. കളയാൻ പറ്റാവുന്ന മാക്സിമം കളയാം. പക്ഷേ നിങ്ങൾ മനഃപൂർവ്വം കളയണമെന്ന് തോന്നുകയും ചെയ്യരുത്. അതിനാണ് ഈ ചെറുതായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ കോമ്പൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ 2.5 പേജോടോ. പിന്നെ ഇത്രയും ചെയ്തിട്ടും നിങ്ങൾക്ക് എന്താണ് ഫില്ല് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആസ് ഇൻ 4 സൈഡ് വേണമെന്നാണല്ലോ പറഞ്ഞാൽ 15 മാർക്കിന്. അപ്പോൾ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രാഫ് പിന്നെയും പുതിയത് ഉണ്ടാക്കണം. എന്ത്? ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി ഓഫ് ഡെലിഗേഷൻ. എന്തൊക്കെയാണ്? അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി. അതേപോലെ തന്നെ പിന്നെ നമുക്ക് ഗ്രാഫ് ഉണ്ടാക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ, റെഡ്യൂസ് വർക്ക് ലോഡ്. നേരത്തെ അവിടെ എഴുതിയ സൈൻസ് ആണ് തന്നെ ഒരു ഗ്രാഫായിട്ട് വരച്ചാൽ അത്രയും സ്പേസ് ഇങ്ങനെ പോയി കിട്ടും. എത്ര വലുതാണ് എത്ര ചെറുതാണ് എന്നൊന്നും ഒരു പ്രശ്നമല്ല, അത്രയും സ്പേസ് നിങ്ങൾക്ക് പോയി കിട്ടും. അപ്പോൾ ആൻസർ നിങ്ങളുടെ അത്രയും വലുതാവും. ഇനി ടിപ്പ് നമ്പർ 5, റിവേഴ്സ് ആൻഡ് കൺക്ലൂഡ്. അതായത് നിങ്ങളൊരു ആൻസർ അവസാനിപ്പിക്കുമ്പോൾ ആദ്യം പറഞ്ഞ സാധനം എന്ത്? ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്താണ്, അതിൽ ഓർഗനൈസിങ് എന്താണ്, ഓർഗനൈസിങ്ങിൻ്റെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്താണെന്നൊക്കെയാണ് ഞാൻ ആദ്യം എഴുതിയത്. ഈ സെയിം സാധനം തന്നെ റിവേഴ്സ് ചെയ്ത് കൺക്ലൂഡ് ചെയ്യുക. ഞാൻ ഇവിടെ എഴുതിയത് എന്താണ്? സോ ദ 5 points given above as an importance. Above are the importance of delegation. And the delegation is one of the compound of organizing. Organizing comes after planning. ഇത് ഈ പറഞ്ഞ ഈ സാധനം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണെന്ന് വെച്ചാൽ ആണ്. പക്ഷേ ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ നമുക്ക് ആൻസർ വലുതാക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം. പക്ഷെ അത് അവർ വായിച്ചു നോക്കുമോ? ഇല്ല. കാരണം അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ലെങ്ത്തിന് ലെങ്ത്തുമായി, ആൻസറിന് ആൻസറുമായി, മാർക്കിന് മാർക്കുമായി. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ടിപ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊഡ്യൂൾ 1 സ്കിപ്പ് ചെയ്യരുതെന്ന്. ഈ പറഞ്ഞ ഈ ഒരു ഭാഗമാണ് മൊഡ്യൂൾ 1 നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ നിന്നാണ് ശരിക്കുള്ള ആൻസർ തുടങ്ങുന്നത്. ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അത് മേ ബി ഒരു മൊഡ്യൂൾ 3 വന്നത്. ഈ മൊഡ്യൂൾ 3 ഇതായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. പക്ഷേ നമുക്ക് മൊഡ്യൂൾ 1 അറിയാവുന്നതുകൊണ്ട് അത്രയും സ്പേസ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റി. ഇത് പ്ലസ് ഇത് നമുക്ക് മൊഡ്യൂൾ 1 കാരണം കൊണ്ട് കിട്ടിയതാണ്, പ്ലസ് ഇത്. സോ അതാണ് ഒരിക്കലും മൊഡ്യൂൾ 1 സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ലാസ്റ്റായിട്ട് ടിപ്പ് നമ്പർ 6, ഹാൻഡ് റൈറ്റിംഗ്. പിന്നെയും പറയുന്നതാണ്, കാണാനൊരു ബർക്കത്തുണ്ടെങ്കിൽ മാർക്കിനും ഒരു ബർക്കത്തുണ്ടാവും. ഇതൊക്കെയാണ് ട്രിക്സ്. എങ്ങനെയുണ്ട്? പിന്നെ ഒരു 5 കാര്യം കൂടി ഉണ്ട്. ഇൻറ്റൻഷൻസ് ആണ്. അതായത് ഏത് മോട്ടീവ് കൊണ്ടായിരിക്കണം നമ്മൾ ആൻസേഴ്സ് എഴുതുന്നത്. 1, 15 മാർക്സിൻ്റെ ഒരു ആൻസർ ആണെങ്കിൽ അത് 4 സൈഡ് ഉണ്ടാകും. അതായത് 1, 2, 3, 4 4 സൈഡ്.
അതേപോലെ തന്നെ 5 മാർക്സ് ആണെങ്കിൽ ഈ ഒരു സൈഡ് ഫുള്ള്, 2 മാർക്സ് ആണെങ്കിൽ ഇത്ര മതി. അതിൽ കൂടുതൽ എഴുതി നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനൊന്നുമില്ല, ബട്ട് യോ വിഷ്. പിന്നെ സെക്ഷൻസ്, അതായത് സെക്ഷൻ A, B, C 3 സെക്ഷൻസ് ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഈ 3 സെക്ഷൻസിൽ നമ്മൾ സപ്പോസ് എന്ന് വിചാരിക്കും നമ്മൾ തുടങ്ങി A സെക്ഷൻ വെച്ചാണ് നമ്മൾ തുടങ്ങിയത്. A സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ Bന്ന് തുടങ്ങി, ബി നമ്മൾ ചെയ്ത് തുടങ്ങി. അത് ചെയ്യരുത്. ഏതെങ്കിലും ഒരു സെക്ഷൻ നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടെങ്കിൽ ആ സെക്ഷൻ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം അടുത്തതിലേക്ക് പോയി. അത് ആ ടീച്ചറെ വിളിച്ച് കൺഫേം ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞെന്ന കാര്യമാണ്. അത് ഐ ഡോണ്ട് നോ, ഷോ കൊണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ 3-മത്തെ മാക്സിമം, നേരത്തെ പറഞ്ഞ ട്രിക്സിലുള്ള പോലെ തന്നെ മാക്സിമം ലൈൻസും സ്പേസൊക്കെ മാക്സിമം ഡിഡക്റ്റ് ചെയ്യാൻ നോക്കിയാൽ അത്രയും ലെങ്ത്ത് കൂടും. ആ ഒരു മോട്ടീവ് ഉണ്ടാവണം എഴുതുമ്പോൾ. പിന്നെ ആസ് ഓൾവേസ് ഹാൻഡ് റൈറ്റിംഗ്, അതായത് നമ്മൾ ഹെഡിങ് ഒക്കെ അണ്ടർലൈൻ ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് പോയിന്റ്സ് ഒക്കെ പോയിന്റ് ആയിട്ട് തന്നെ എഴുതി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഭംഗി അങ്ങനെ തന്നെ വരും. നിങ്ങൾ എല്ലാം ഒരു പാരഗ്രാഫ് ആക്കി എഴുതുമ്പോഴാണ് സത്യം പറഞ്ഞാൽ എല്ലാം കുഴപ്പമാണ്. സോ മാക്സിമം പോയിന്റ്സ് ആക്കിയും ലൈൻസ് ഒക്കെ അണ്ടർലൈൻ ഒക്കെ ചെയ്ത് പാരഗ്രാഫിൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ് ഒക്കെ മിഡിൽ നിന്നൊക്കെ തുടങ്ങിയിട്ട് അങ്ങനെയൊക്കെ ചെയ്താൽ അപ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും പേപ്പറിൽ. പിന്നെ എൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷനാണ്, എല്ലാം നിങ്ങളുടെ ഫ്രഷ് എനർജി, അതായത് എക്സാം പേപ്പർ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ഉണ്ടാവുന്ന ഒരു എനർജി ഉണ്ട്, മൈൻഡ് ഫ്രഷ് ആയിരിക്കും, നല്ല എനർജി ഉണ്ടാവും. അത് കൊണ്ടുപോയിട്ട് 2 മാർക്കും 5 മാർക്കിലും കൊണ്ടുപോയി കളയരുത്. ഫസ്റ്റ് തന്നെ 15 മാർക്സ്, അതായത് സെക്ഷൻ C തൊട്ട് തുടങ്ങണം. അതല്ലെങ്കിൽ നിങ്ങളുടെ 2 മാർക്കും 5 മാർക്കിലൊക്കെ നിങ്ങൾ ഡ്രെയിൻ ഔട്ട് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് ആ ഒരു ബിൽഡ് ചെയ്യാൻ പറ്റൂല, ആ ഒരു എനർജി റീബിൽഡ് ചെയ്യാൻ പറ്റൂല ആ ടൈമിൽ. സോ ഫസ്റ്റ് 15 മാർക്സ് തുടങ്ങാം, പിന്നെ 2 മാർക്സോ 5 മാർക്സോ അങ്ങനെ, സ്റ്റാർട്ടിങ് വിത്ത് 15 മാർക്സ്. പിന്നെ നേരത്തെ ഞാൻ ടിപ്പ് നമ്പർ 3 ആസ് ഇൻ പ്രയറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ലാസ്റ്റ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പ്രയറിൻ്റെ കാര്യം പറഞ്ഞുതരാം. അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആൻസർ എല്ലാം എഴുതാൻ പറ്റണമെന്ന് മാത്രമല്ല കാര്യം. അതായത് നിങ്ങൾക്ക് കുറേ ഈ എക്സാം എഴുതി കഴിഞ്ഞിട്ടും നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പോലും ബാക്കി പ്രൊസീജിയറിലൊക്കെ നിങ്ങൾക്ക് മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അവിടെയൊക്കെയാണ് നമുക്ക് പ്രയറിൻ്റെ ആവശ്യമുള്ളത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ഈ നിങ്ങളുടെ പേപ്പർ കറക്റ്റ് ചെയ്യാൻ പോകുന്ന ടീച്ചർ അതാരായിക്കോട്ടെ, ആൾക്കാരുടെ മൂഡൊന്നും ശരിയല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ പേപ്പറിൽ അത് എഫക്റ്റ് ചെയ്യാം. പിന്നെ എൻ്റെ ഒരു ടീച്ചറിൻ്റെ എക്സ്പീരിയൻസും കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്, അത് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ല എങ്ങനെയെങ്കിലും അവർ പാസ്സാക്കാൻ നോക്കും എന്നും. അപ്പോൾ അതേപോലെ എൻ്റെ ടീച്ചർ ഇതേപോലെ പേപ്പർ കറക്റ്റ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയോ ഒന്ന് പാസ്സാക്കാൻ ശ്രമിച്ച് ഈ 23.5 മാർക്ക് വരെ എത്തിച്ച്. പക്ഷേ ഈ കറക്റ്റ് ചെയ്യാൻ പോണ സമയത്ത് ഓരോ ഗ്രൂപ്പിനും ഓരോ ഹെഡ് ഉണ്ടാവും. അപ്പോൾ ഈ ഹെഡ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ റാൻഡംലി ഒരു പേപ്പർ എടുത്തിട്ട് അത് ഒന്ന് ചെക്ക് ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ബാക്കിയുള്ളതിനെ കൺസിഡർ ചെയ്യണത്. സോ ഈ മാർക്ക് കഷ്ടപ്പെട്ട് കൂട്ടിയിട്ട ആളുടെ പേപ്പറാണ് വലിച്ചെടുത്തത്. ആ വലിച്ചെടുത്തതിന് ശേഷം അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 23.5 മാർക്ക് ഉണ്ടായ മാർക്ക് 2 മാർക്കായിട്ട് മാറി. സോ ഇതിനെല്ലാം നമ്മൾ ആരെയും സഹായിക്കാൻ പറ്റില്ല, പടച്ചോൻ തന്നെ വേണം. ഇവിടെയൊക്കെയാണ് പ്രയർ ആവശ്യമുള്ളത്. പിന്നെ വേറൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ടീച്ചേഴ്സിൻ്റെ ഷോർട്ടേജ് വരും സംടൈംസ്. അപ്പോൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ടീച്ചേഴ്സിന് നിങ്ങളുടെ പേപ്പർ കറക്റ്റ് ചെയ്യാൻ പറയും. അവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ അവർ ആൻസർ കീ മാത്രം നോക്കുള്ളൂ. നിങ്ങളുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടീച്ചറാണെങ്കിൽ നിങ്ങളുടെ പേപ്പർ വെറുതെ റാൻഡംലി വായിച്ചു നോക്കിയാൽ അവർക്ക് മനസ്സിലാവും ഈ ആൻസർ ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ആൻസർ കീൻ്റെ ആവശ്യം ജസ്റ്റ് ഒരു ഫസ്റ്റത്തെ ഒരു റെഫറൻസിന് വേണ്ടി മാത്രമായിട്ട് അവർ കരുതുള്ളൂ. പക്ഷേ നിങ്ങളുടെ സബ്ജക്റ്റായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ടീച്ചറാണെങ്കിൽ ആൻസർ കീയിൽ ഇല്ലാത്ത വാക്കുകൾ ആണെങ്കിൽ, ഐ മീൻ ആൻസർ കീയിലുള്ള വാക്കുകളൊന്നും നിങ്ങളുടെ പേപ്പറിലില്ലെങ്കിൽ 0. സോ ഇതെല്ലാം നമ്മുടെ കയ്യിലല്ല. ഇതൊന്നും നമ്മുടെ കഴിവുകൊണ്ട് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളല്ല, എല്ലാം പഠിച്ചോൻ്റെയിലാണ്. ഇവിടെയൊക്കെയാണ് പ്രയറിൻ്റെ ഏറ്റവും അറ്റ്മോസ്റ്റ് ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് പ്രയർ നിർബന്ധവും. സോ ഇതാണ് ഞാൻ എൻ്റെ ലൈഫിൽ പേഴ്സണലി യൂസ് ചെയ്ത, എക്സാമിനേഷനിലായി യൂസ് ചെയ്ത ട്രിക്സ്, ടിപ്സ്, സൈക്കോളജീസ്, ഹാക്സ് എല്ലാം ഞാൻ ഇപ്പോൾ റിവീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ഹോപ്പ് ഇറ്റ്സ് യൂസ്ഫുൾ. സോ വേറൊരു കാര്യം പറയാനുണ്ട്, ഈ കോൺസെപ്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റാത്ത 2 സാഹചര്യങ്ങളുണ്ട്. ഒന്ന് പ്രോബ്ലം പേപ്പർ, 2 MCQs. പ്രോബ്ലം പേപ്പർ നമ്പേഴ്സാണ്, ഇതായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. MCQs there is only one answer, one right answer. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. സോ ഈ 2 സിറ്റുവേഷൻസിൽ ഈ ട്രിക്സും ടിപ്സും ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യും. ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ I'm building something bigger. Stick around. Assalamu alaikum.